ഹായ് മക്കളെ, അപ്പോൾ എല്ലാവരും +2 റിസൾട്ട് ഒക്കെ വന്ന് ഇരിക്കുകയാണ്. പല കുട്ടികൾക്കും നല്ല മാർക്കുണ്ട്, ഫുൾ A+ ഉണ്ട്, ഫുൾ മാർക്കുണ്ട്. ഇതൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് അല്ലേ. എന്നാൽ വളരെ കുറച്ച് കുട്ടികൾ അത്തരത്തിൽ അവർ പ്രതീക്ഷിച്ച അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രാവശ്യം വിജയിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി ഈ വരുന്ന എക്സാം അല്ലെ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതി മറ്റുള്ളവരെ പോലെ നിങ്ങൾക്കും വിജയിക്കാൻ ഒരു അവസരമുണ്ട്. ആ അവസരം കൃത്യമായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിലാണ് കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് 1-2 പ്രാവശ്യം കഴിയാത്ത കാര്യങ്ങൾ പിന്നെയും നമ്മുടെ മുന്നിൽ അവസരങ്ങൾ കിട്ടുമ്പോൾ അത് നേടിയെടുക്കുക എന്നുള്ളതിലാണ് നമ്മൾ നമ്മുടെ മിടുക്ക് തെളിയിക്കേണ്ടത്. തോൽവി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും ഇങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിലൊന്നും നമ്മൾ കൂടുതൽ ആഹ്ലാദിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല, കൂടുതൽ വിഷമിക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പൊ എന്തായാലും പോട്ടെ. അപ്പോ നമുക്കറിയാം, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ വിഷയങ്ങൾക്ക് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ നമ്മുടെ സുഭാഷ് സാറുമായി ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്ലാസ്സുകളും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ തരുന്നതായിരിക്കും. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ, അതായത് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൃത്യമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുന്ന രീതിയിൽ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പലരും വിജയിച്ചവരുടെ പുറകിൽ പോകുമ്പോൾ നമ്മൾ നിങ്ങളെയും കൂടെ വിജയിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടത് ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെയും കൂടെ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ വരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കൊക്കെയാണോ അവർ വിചാരിച്ച രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാതിരുന്നത് അവർക്കെല്ലാം ഇതൊരു പ്രയോജനമാകും തീർച്ചയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫിസിക്സിലെ ഒരു ടോപ്പിക് എടുക്കാനാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ഡെറിവേഷൻ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. എന്താണ്? ഒരു ഡൈപോളിനെ നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഒരു ഡൈപോൾ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. രണ്ട് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ചാർജുകൾ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ, ഇപ്പോൾ അതുകൊണ്ട് ഈ ഒരു എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പെൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ പെന്നിന്റെ പ്രത്യേകത, ഇവിടെ ഒരു ചാർജ് ഇരിക്കുന്നു, ഇവിടെ ഒരു ചാർജ് ഇരിക്കുന്നു. രണ്ടും ഈക്വൽ ചാർജ് ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ആണ്. ഒന്ന് മൈനസ് ആണെങ്കിൽ മറ്റൊന്ന് പ്ലസ് ആണ്. അത്തരത്തിൽ രണ്ട് ചാർജുകൾ ഒരു ചെറിയ ഡിസ്റ്റൻസ് അകലത്തിൽ വെച്ചിരിക്കുന്ന ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ആ ഡൈപോളിനെ നമ്മൾ വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. മക്കൾ, നമ്മൾ എങ്ങനെയാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? കുറെ പാരലൽ ലൈൻസ് അല്ലെ, ഈക്വൽ ലെങ്ത് ഉള്ള, ഇടയ്ക്ക് ഒരേ സ്പേസ് ഉള്ള കുറെ പാരലൽ ലൈൻസ് കൊണ്ടാണ് നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അവിടെ എല്ലായിടത്തും എന്തായിരിക്കും? ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കും എന്നുള്ളതാണ് കാര്യം. ഇവിടെ നമ്മൾ ഒരു ഡൈപോളിനെ കൊണ്ടുവയ്ക്കുന്നു. ഡൈപോൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു -q ചാർജ്, അല്ലെ, നെഗറ്റീവ് ചാർജ്. ഇവിടെ നമുക്ക് +q, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. അവരുടെ ഡിസ്റ്റൻസ് 2a എന്നോ 2l എന്നോ എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പൊ അങ്ങനെ ഒരു ഡൈപോളിനെ നമ്മളൊരു എത്ര ഡിഗ്രി ആംഗിളിൽ? ഒരു തീറ്റ ആംഗിളിൽ നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അവനിന്മേൽ അനുഭവപ്പെടുന്ന ടോർക്ക് എന്താ? ഈ ടോർക്ക്, റൊട്ടേറ്റിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടോർക്ക് എന്ന് വിളിക്കുന്നത്. ആ ടോർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കടാ. ഒരു ചാർജ്
ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാൽ അവനിന്മേൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. എന്താണ്? ഒരു ചാർജ് Q അവൻ എവിടെ ഇരിക്കുന്നു? ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ സൂചിപ്പിക്കുന്ന അക്ഷരം E. അങ്ങനെയാണെങ്കിൽ അവന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ്, ആ ചാർജിന്മേൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് എന്താ? F=QE. ഓർത്ത് വെച്ചിരിക്കണം. ഒരു ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് F=QE. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ഇരിപ്പുണ്ട്. അപ്പൊ അവനിന്മേൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്നത് കൊണ്ട്, അല്ലെ? E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്നതുകൊണ്ട് അവന്റെ മേലിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടാ. കാരണം ആ ചാർജ് ഏതാ? പോസിറ്റീവാ. അപ്പൊ പോസിറ്റീവ് ചാർജിന്മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F=QE. ഡയറക്ഷൻ നോക്കിക്കേ, ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ. ഇനി -Q താഴെ ഇരിപ്പുണ്ട്, ഒരു -Q എന്ന് പറയുന്ന ചാർജ്, അല്ലെ? -Q മറ്റേ ചാർജ് പോലെ തന്നെ നെഗറ്റീവ് ചാർജ്, ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ചാർജ് ആണ്, മൈനസ് ആണ്. ഒന്ന് പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണ്. അപ്പൊ അവനിന്മേലും ഒരു ഫോഴ്സ് അനുഭവപ്പെടും. പക്ഷെ നേരത്തെ അനുഭവപ്പെട്ട ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. F=QE. കണ്ടോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഒരു ഫോഴ്സ് അങ്ങോട്ട്, ഒരു ഫോഴ്സ് ഇങ്ങോട്ട്. ഇവനാണ് ആ ഡൈപോൾ എന്ന് വിചാരിക്കുക. ഇവന്റെ ഈ ഭാഗത്തുനിന്ന് ഒരു ഫോഴ്സ് ഇങ്ങോട്ട്, ഇവന്റെ ഈ ഭാഗത്തുനിന്ന് ഒരു ഫോഴ്സ് ഇങ്ങോട്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ പേനയെ ഒരുത്തിന് ഇവിടുന്ന് ഇങ്ങോട്ട് വലിക്കുന്നു, ഒരുത്തിന് ഇങ്ങോട്ട് വലിക്കുന്നു. ഓട്ടോമാറ്റിക്കലി പേന കണ്ടോ എന്ത് ചെയ്യാൻ തുടങ്ങും? കറങ്ങാൻ തുടങ്ങും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്ന ആ ഡൈപോൾ വിൽ റൊട്ടേറ്റ്. ഡൈപോള് കറങ്ങാൻ തുടങ്ങും മക്കളെ. ആ കറങ്ങുന്ന ഫോഴ്സ്, ആ റൊട്ടേറ്റിംഗ് ഫോഴ്സ്, ആ ടേണിംഗ് എഫക്റ്റ്, അതിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് വിളിക്കുന്നത്. ആ ടോർക്കാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടോർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും +1 പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഇപ്പോ ശ്രദ്ധിച്ചു മക്കളെ. ടോർക്ക് = ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന്. ടോർക്കിനെ നമുക്ക് ടോ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഫോഴ്സ് ഇവിടെ ഉണ്ട്, നമുക്കറിയാം, QE ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ രണ്ട് ഫോഴ്സുകൾക്കിടയിൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ഈ ഫോഴ്സ് ഇങ്ങോട്ട്, ഈ ഫോഴ്സ് ഇങ്ങോട്ട്. ആ ഡിസ്റ്റൻസിനെ നമുക്ക് കണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്താം. ഓക്കെ ആണല്ലോ? ഈ ഡിസ്റ്റൻസ് ആണ് എന്ത് ഡിസ്റ്റൻസ് മക്കളെ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഒരു പേര് കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ABC. അതിൽ BC എന്ന അളവ്, അല്ലെ? ഈ BC എന്ന ആ നീളത്തെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് QE ഇൻറ്റു BC എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ മക്കളെ. ഈ ഫിഗർ എന്താണ്ട് ഈ ആംഗിൾ തീറ്റ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ തന്നെയായിരിക്കും. ഈ ആംഗിൾ തീറ്റയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ചും കൂടെ ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതി. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് വേണ്ടത് BC ആണ്. ഈ BC എന്ന് പറയുന്നത് ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. പിന്നെ എന്തോ ഉള്ളത് അതിനകത്ത്? 2A എന്ന് പറഞ്ഞ ആ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റിലേഷൻ എന്തുവാ മക്കളെ? സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ, അല്ലെ? എന്തോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാ? BC ബൈ ഹൈപ്പോട്ന്യൂസ് ഏതാ? 2A. നമുക്ക് സൈൻ തീറ്റ അല്ല വേണ്ട, നമുക്ക് BC ആ വേണ്ടത്. ദാറ്റ് ഈസ് therefore BC = ഈ 2A ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2A സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പൊ BC യുടെ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് ടോർക്ക് = QE ഇൻറ്റു 2A സൈൻ തീറ്റ എന്ന് കിട്ടി. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്, QE ഇൻറ്റു 2A സൈൻ തീറ്റ. പക്ഷേ നിങ്ങൾക്കറിയാം ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. P = Q ഇൻറ്റു 2A എന്നാണ്. അറിയാത്തവർ പഠിച്ചോണം. Q ഇൻറ്റു 2A, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വൺ ഓഫ് ദി ചാർജ്, അല്ലെ? അതായത് ഈ രണ്ട് ചാർജുകളിൽ ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഡൈപോളിന്റെ ലെങ്ത് 2Aയും തമ്മിലുള്ള പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് P. എന്താ വിളിക്കുന്നത്? ഡൈപോൾ മൊമെന്റ് എന്നാ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത് മക്കളെ? ഡൈപോൾ മൊമെന്റ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് P = Q ഇൻറ്റു 2A എന്നാണ്. അപ്പൊ ഈ Q താണ്ട ഇവിടെ കിടക്കുന്നു, 2A താണ്ട കിടക്കുന്നു. അപ്പൊ Q ഇൻറ്റു 2A നമുക്ക് എന്തെന്ന് കൊടുക്കാം? P എന്ന് കൊടുക്കാം. therefore ടോർക്ക് =
PE സൈൻ തീറ്റ. കണ്ടോ, ടോർക്ക് ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. കാണാമല്ലോ. യെസ്, ടോർക്ക് ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. സൈൻ തീറ്റ വന്നിരിക്കുന്നു. AB സൈൻ തീറ്റ നമ്മൾ എങ്ങനെ എഴുതി? A ക്രോസ് B അല്ലെ? അതേപോലെ PE സൈൻ തീറ്റയുടെ എങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടോർക്കിന്റെ വെക്റ്റർ ഫോം എങ്ങനെ എഴുതാം? P ക്രോസ് E എന്ന് എഴുതാം. ഈ P ക്രോസ് E ആണ് ഇതിന്റെ വെക്റ്റർ ഫോം, ടോർക്കിന്റെ വെക്റ്റർ ഫോം PE സൈൻ തീറ്റ. അതിനെ P ക്രോസ് E എന്ന് എഴുതി. അപ്പൊ ഇതാണ് ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഡെറിവേഷൻ നമുക്ക് ചെയ്തെടുക്കാം. ആ ഫിഗർ വരയ്ക്കുക, 4 സ്റ്റെപ്പിലൂടെ നമുക്ക് തീർക്കാം. ഇത്തരത്തിൽ എല്ലാ ചോദ്യങ്ങളും, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മുഴുവൻ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യത്തക്ക രീതിയിൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിലുള്ള ക്ലാസ്സുകൾ നമ്മൾ വിത്ത് നോട്ട്സ് നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക. നമുക്കും മറ്റുള്ള കുട്ടികളോടൊപ്പം ഓടിയെത്താൻ ഉറപ്പായും കഴിയും. വിജയം എന്നത് നമുക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ ഒരിക്കൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്നതല്ല വിജയം. എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ അല്ലേ മക്കളെ? താങ്ക് യു സോ മച്ച്.